This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂസേ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. ആരംഭിച്ച വടക്കേ അമേരിക്കയിലെ മലയാളികളുടെ അഭിമാന സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ന്യൂയോർക്കിൽ നിന്നുള്ള ജോസഫ് കുര്യപ്പുറം ചെയർമാൻ, ഫ്ലോറിഡയിൽ നിന്നുള്ള എബ്രഹാം കളത്തിൽ വൈസ് ചെയർമാൻ, ഷിക്കാഗോയിൽ നിന്നുള്ള വർഗീസ് പാലമ്മൽ സെക്രട്ടറി, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായി ജേക്കബ് പടവത്തിൽ, ഡോക്ടർ കലാ ഷാഹി, സതോഷ് ഐബ്, അലക്സാണ്ടർ പൊടി, ഷിബു വെൺമണി, സണ്ണി മറ്റമന എന്നിവർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായും പ്രവർത്തിക്കും. ഫൊക്കാനയുടെ സീനിയർ നേതാക്കന്മാരിൽ ഒരാളായ ജോസഫ് കുര്യപ്പുറം 1988 മുതൽ സംഘടനയോടൊപ്പം പ്രവർത്തിക്കുന്നു. അമേരിക്കയിലെ പ്രമുഖ സംഘടനകളായ കേരള അസോസിയേഷൻ ഓഫ് ലോസ് ഏഞ്ചൽസ്, ന്യൂയോർക്ക് ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ, നിയോഗ ഹഡ് എന്നിവയുടെ അമരക്കാരനായി തിളങ്ങി. ഫൊക്കാനയുടെ വിവിധ ഭാരവാഹിത്വങ്ങളും വിവിധ സബ് കമ്മിറ്റികളുടെ ചുമതലകളും ഭംഗിയായി നിർവഹിച്ചു. ഫൊക്കാനയുടെ ചരിത്രത്തിലെ പല സുപ്രധാന തീരുമാനങ്ങളിൽ കുര്യപ്പുറത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. ദീർഘകാലം ബാങ്ക്വറ്റ് ചെയർമാനായിരിക്കും. 2008 മുതൽ രജിസ്ട്രേഷൻ ഫീസിൽ ഭക്ഷണവും കൂടി ഉൾപ്പെടുത്തി ഇന്നും തുടരുന്നു. 3 പ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർ ആയിരുന്ന അദ്ദേഹം മുൻകൈയെടുത്ത് നിർമ്മിച്ച നിയമങ്ങളിൽ സ്ത്രീകൾക്കുള്ള 33% സംവരണം എടുത്തു പറയേണ്ടതാണ്. സംഘടനയിലെ വ്യക്തി കേന്ദ്രീകൃത അഴിമതികൾക്കും ധൂർത്തിനുമെതിരെ നിരന്തരം പോരാടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. കൊക്കക്കോളയിലും പെപ്സിയിലും മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ന്യൂയോർക്കിൽ ടാക്സ് കൺസൾട്ടന്റായി പ്രവർത്തിക്കുന്നു. വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എബ്രഹാം കളത്തിൽ സംഘടനയുടെ മുൻ നാഷണൽ കമ്മിറ്റി മെമ്പർ, റീജിയണൽ വൈസ് പ്രസിഡന്റ്, ട്രഷറർ തുടങ്ങിയ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചയാളാണ്. സ്കൂൾ, കോളേജ്, വിദ്യാർത്ഥി, യുവജന പ്രസ്ഥാനങ്ങളിലൂടെ മുഖ്യധാരയിലെത്തിയ കളത്തിൽ മികച്ച സംഘാടകനും വാഗ്മി കലാ സാംസ്കാരിക സംഘടനയായ അലയുടെ സ്ഥാപക നേതാവ്, മയാമി സംഘമിത്ര തിയേറ്റേഴ്സിന്റെ മുഖ്യ നടൻ, ഫ്ലോറിഡ കൈരളി ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, സൗത്ത് ഫ്ലോറിഡയിലെ നവകേരള മലയാളി അസോസിയേഷൻ, പാം ബീച്ച് മലയാളി അസോസിയേഷൻ എന്നീ സംഘടനകളിലെ മുഖ്യ സംഘാടകനായും പ്രവർത്തിക്കുന്നു. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വർഗീസ് പാലമ്മലയിൽ സ്കൂൾ, കോളേജ് രാഷ്ട്രീയത്തിലൂടെ പ്രാബല്യം തെളിയിച്ച വ്യക്തിയാണ്. ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ, റീജിയണൽ വൈസ് പ്രസിഡന്റ്, അസോസിയേറ്റ് ട്രഷറർ, ജനറൽ സെക്രട്ടറി, ഫൗണ്ടേഷൻ മെമ്പർ തുടങ്ങിയ ഒട്ടുമിക്ക പദവികളും വഹിച്ചിട്ടുണ്ട്. ഷിക്കാഗോ മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഓവർസീസ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഇന്ത്യ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി, മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഭദ്രാസന കൗൺസിൽ അംഗം തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. IT മേഖലയിൽ ഉദ്യോഗം വഹിക്കുന്നു. മികച്ച കലാകാരി, ഡോക്ടർ, സംഘാടക, ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറായ ഡോക്ടർ കലാ ഷാഹിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. കഴിഞ്ഞ ടേമിലെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വിഘടിപ്പിച്ചു വന്ന ഫൊക്കാന ഗ്രൂപ്പുകളെ രമ്യപ്പെടുത്താൻ കലാഷാഹി വഹിച്ച നിസ്തൂലമായ സേവനങ്ങൾ ഫൊക്കാനയിൽ എന്നും ഓർമ്മപ്പെടും. ഡോക്ടർ എന്ന നിലയിലുള്ള ജോലി തിരക്കിലും അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സംഘടനാ പ്രവർത്തനങ്ങളും അതോടൊപ്പം പാരമ്പര്യമായി പകർന്നു കിട്ടിയ കലാവൈഭവങ്ങൾ നിർലോഭം സദസ്സുകൾ അവതരിപ്പിക്കുന്നതിലും സ്റ്റേജ് ഷോകൾ കൊറിയോഗ്രാഫി ചെയ്യുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന ഡോക്ടർ കലയ്ക്ക് ഇത് പുതിയ നിയോഗം. റോച്ചസ്റ്റർ കൺവെൻഷൻ തൊട്ട് ഫൊക്കാനയുടെ നേതൃത്വത്തിലുള്ള സീനിയർ നേതാക്കളിൽ ഒരാളാണ് ജേക്കബ് പടവത്തിൽ, ഫ്ലോറിഡയിലെ കൈരളി ആർട്സ് സാരഥി. ഫൊക്കാന നാഷണൽ കമ്മിറ്റി മെമ്പർ, റീജിയണൽ വൈസ് പ്രസിഡന്റ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കമ്മിറ്റി ചെയർ, ഫൗണ്ടേഷൻ ചെയർ തുടങ്ങിയ വിവിധ നിലകളിൽ പ്രാബല്യം തെളിയിച്ച വ്യക്തിത്വമാണ് ശ്രീ പടവത്തിൽ. ആരോഗ്യരംഗത്ത് ജോലി ചെയ്യുന്നതിനോടൊപ്പം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും സൗത്ത് ഫ്ലോറിഡയിലെ ഫ്ലോറിഡ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്നു. ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ, അസോസിയേറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അലക്സാണ്ടർ പൊടിമണ്ണിൽ ന്യൂയോർക്ക് ഹഡ്സൺ വാലി മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിലും അസോസിയേഷന്റെ പ്രശസ്തമായ മലയാളം സ്കൂൾ നടത്തിപ്പിന്റെ മുഖ്യ സംഘാടകനായും നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചു. ന്യൂയോർക്കിലെ മികച്ച ബിസിനസ്സുകാരിൽ ഒരാളായ അദ്ദേഹം ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഷിബു വെൺമണി, ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ, ജോയിന്റ് സെക്രട്ടറി, മിഡ്വെസ്റ്റ് മലയാളി അസോസിയേഷൻ സെക്രട്ടറി, പ്രസിഡന്റ്, ഫൊക്കാന IT സെൽ അംഗം തുടങ്ങി
വിവിധ നിലകളിൽ ശോഭിച്ചയാളാണ്. ഷിക്കാഗോ കേരള അസോസിയേഷന്റെ കമ്മിറ്റി അംഗം കൂടിയായ ഷിബു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിൽ ഗവേഷണ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യുന്നു. ഇ-കൊമേഴ്സ് മേഖലയിൽ തന്റേതായ ബ്രാൻഡുമായി വ്യാപാര രംഗത്തും ഷിക്കാഗോയിലെ എക്യുമെനിക്കൽ കൗൺസിൽ ഭാരവാഹിയായും പ്രവർത്തിക്കുന്നു. സന്തോഷ് ഐബ് ഫൊക്കാനയിലെ ടെക്സസ് റീജിയൻ വൈസ് പ്രസിഡന്റ്, നാഷണൽ കമ്മിറ്റി മെമ്പർ, പെയർലാൻഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചയാളാണ്. ദീർഘകാലം ഡൽഹി പോലീസ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നിവയിൽ സേവനമനുഷ്ഠിച്ചു. ഹ്യൂസ്റ്റണിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം റീജിയണൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്തും പ്രവർത്തിക്കുന്നു. ഫൊക്കാന ട്രസ്റ്റി ബോർഡിന്റെ നിയമനത്തെ ഫൊക്കാന പ്രസിഡന്റ് സണ്ണി മറ്റമന, ജനറൽ സെക്രട്ടറി എബ്രഹാം മീപ്പൻ, ട്രഷറർ സണ്ണി ജോസഫ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ആദരിച്ചു. 1983 ആരംഭിച്ച യഥാർത്ഥ ഫൊക്കാന അമേരിക്കൻ മലയാളികൾക്കിടയിലെ അഭിലാഷത്തിനൊത്ത് പ്രവർത്തിക്കുമെന്ന് പുതിയ ചെയർമാൻ ജോസഫ് കുര്യപ്പുറം അഭിപ്രായപ്പെട്ടു. സ്വന്തമായി ഭരണഘടനയോ ഭാരവാഹികളോ ഇല്ലാത്ത അപര സംഘടനയുടെ പേരിൽ മലയാളികൾ വഞ്ചിതരാകരുതെന്ന് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. 2024 പൂർത്തിയാക്കാത്ത ജനറൽ കൗൺസിൽ മീറ്റിംഗും യഥാർത്ഥ ഫൊക്കാന ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും എത്രയോ വേഗം നടത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.